എൻ്റെ നോമിനേഷൻ വളരെ ആവേശത്തോടെയും സന്തോഷത്തോടെയും നമ്മൾ സമർപ്പിച്ചു. ഇനി 1 മാസത്തോളമുണ്ട്. എല്ലാ സഹാക്കളും പ്രവർത്തകരും അനുഭാവികളും സുഹൃത്തുക്കളുമെല്ലാം ആത്മാർത്ഥമായിട്ട് ഈ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കണം എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. 100% ആത്മവിശ്വാസമാണ്. 1ാം ഘട്ടം കഴിഞ്ഞു, 2ാമത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഒരു 40% കഴിഞ്ഞു 2ാം ഘട്ടം. നല്ല പ്രതികരണം ഗംഭീരമായി നടക്കുന്നുണ്ട്. നല്ല പോസിറ്റീവ് വൈസ് ഉണ്ട്. അടുത്ത മാസം 4 വരെ പത്രിക സമർപ്പിക്കാം. ഏപ്രിൽ 8 വരെയാണ് പത്രിക പിൻവലിക്കാനുള്ള സമയം. അരുൺ രാജും അരുൺ പാറയ്ക്കലും വിവരങ്ങൾ നൽകും. അരുൺ, കാസർഗോഡ് കടുത്ത പോരാട്ടം നടക്കുന്നുണ്ട്, വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നുണ്ട്. അതിനിടയിൽ NDA സ്ഥാനാർത്ഥി ആദ്യ ദിവസം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തി. എന്തൊക്കെയാണ് വിവരങ്ങൾ? നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം ഒരു റോഡ് ഷോ കണക്കെയാണല്ലോ NDA സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയതല്ലേ? മൂന്ന് സ്ഥാനാർത്ഥികളും പ്രചരണമൊക്കെ ഏകദേശം 3ാം ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. 11 മണിയോടുകൂടി ഇന്ന് 11 മണി മൈക്രോഫയർ 3ാം ഘട്ട പ്രചരണം BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി ML അശ്വിനി ഇന്ന് 11 മണിയോടുകൂടിയാണ് ജില്ലാ ഭരണാധികാരിക്ക് മുന്നിലേക്ക് എത്തിയത്. BC റോഡിൽ നിന്ന് 500-ലധികം പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി വലിയ ആഹ്ലാദ പ്രകടനത്തോടു കൂടിയാണ് ഈ ഭരണാധികാരിക്ക് മുന്നിലേക്ക് എത്തിയത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. BJP സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ശ്രീകാന്ത്, അഡ്വക്കേറ്റ് രഞ്ജിത്ത് തുടങ്ങിയ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഈ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. മാത്രമല്ല ജില്ലയിലെ തന്നെ NDAയുടെ ആദ്യത്തെ വനിതാ സ്ഥാനാർത്ഥി, ലോക്സഭാ മണ്ഡലത്തിലെ ആദ്യ വനിതാ സ്ഥാനാർത്ഥി എന്ന പ്രത്യേകത കൂടിയുണ്ട്. ആദ്യമായി നേരിട്ട തെരഞ്ഞെടുപ്പിന് വോർക്കാടി പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയാണ്. ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയം കരസ്ഥമാക്കിയ ഒരു ആത്മവിശ്വാസം കൂടി സ്ഥാനാർത്ഥിക്കുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥി 2ാം ഘട്ട പര്യടനം ലോക്സഭാ മണ്ഡലത്തിൽ അതിന്റെ പകുതിയോളമായി വലിയ ആത്മവിശ്വാസമുണ്ട്. ജനങ്ങൾ വലിയ സ്വീകാര്യത നൽകുന്നു, വോട്ടർമാർ വലിയ സ്വീകാര്യത നൽകുന്നു എന്നാണ് NDA സ്ഥാനാർത്ഥി നമ്മോട് പങ്കുവച്ചത്. വലിയ ആത്മവിശ്വാസം NDA പ്രവർത്തകർക്കും NDA നേതാക്കൾക്കും ഉൾപ്പെടെ ജില്ലയിലുണ്ട്. എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,76,000-ലധികം വോട്ടാണ് അന്നത്തെ സ്ഥാനാർത്ഥിയായ രവീശ് തന്ത്രി കുണ്ടാർ കരസ്ഥമാക്കിയിരുന്നത്. അതിലധികം വോട്ട് ഇത്തവണ പിടിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ML അശ്വിനി പങ്കുവെക്കുന്നുണ്ട്. വിജയകുമാർ. അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. അരുൺ രാജ് കൊല്ലത്തുനിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, പ്രചാരണമൊക്കെ തുടങ്ങി. ആദ്യ 1-2 വട്ട പ്രചാരണം പൂർത്തിയാക്കിയ ശേഷമാണ് ഇതാ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മുകേഷ് എത്തുന്നത്. ആരൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു? എന്തായിരുന്നു മുകേഷിന്റെ പ്രതികരണം പിന്നീട്? വിജയകുമാർ, സംസ്ഥാനത്ത് ആദ്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുകേഷാണ് ഇടതുപക്ഷത്ത് നിന്ന്. അതേ മുകേഷ് തന്നെയാണ് സംസ്ഥാനത്ത് ആദ്യമായി നോമിനേഷൻ കൊടുത്ത ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും. അല്പസമയം മുമ്പാണ് മുകേഷും അതുപോലെ തന്നെ കൊല്ലം ജില്ലയുടെ LDF നേതൃത്വവും ഒന്നടങ്കം പ്രകടനമായി ജില്ലാ കളക്ടറേറ്റിലേക്ക് എത്തി കളക്ടർ N ദേവിദാസിന് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 2 സെറ്റ് നാമനിർദ്ദേശ പത്രികയാണ് സമർപ്പിച്ചത്. തികഞ്ഞ ആത്മവിശ്വാസം ഈ പത്രികാ സമർപ്പണ വേളയിൽ തനിക്കുണ്ട് എന്നുള്ളതാണ് മുകേഷ് വ്യക്തമാക്കുന്നത്. പ്രചരണങ്ങളിൽ ഒന്നടങ്കം ഈ വിശ്വാസം തനിക്ക് കൈവരിക്കാൻ കഴിഞ്ഞു. സാധാരണ ജനങ്ങൾ തങ്ങൾക്കൊപ്പമാണ് എന്നതാണ് ഓരോ വേദിയിലും ജനങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന വിശ്വാസം. അത് വോട്ടായി മാറും. വിജയത്തിന് കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് LDF നേതൃത്വവും മുകേഷും ഒരേ സ്വരത്തിൽ വ്യക്തമാക്കുന്നത്. 4ാം ഘട്ട പ്രചരണമാണ് കൊല്ലത്ത് ഇടതുപക്ഷവും UDF-ഉം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് വളരെ വാശിയോടെ തന്നെ മുന്നേറുകയാണ്. കൊല്ലത്തെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ് LDF-നുള്ളത്. അതുകൊണ്ട് ആ പോരാട്ടത്തിന്റെ എല്ലാ വീറും വാശിയും കൊല്ലത്ത് കാണാൻ കഴിയും. ഇന്ന് നോമിനേഷൻ നൽകിയതിന് പിന്നാലെ ഡെമ്മി സ്ഥാനാർത്ഥി കൂടി നിശ്ചയിച്ചിട്ടുണ്ട്. DYFയുടെ സംസ്ഥാന ട്രഷറർ കൂടിയായ SR അരുൺ ബാബുവാണ് ഡെമ്മി സ്ഥാനാർത്ഥി. എന്തായാലും 2 സെറ്റ് നോമിനേഷൻ പത്രികയാണ് മുകേഷ് സമർപ്പിച്ചിട്ടുള്ളത്. ഈ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാണ്. പ്രചരണ പരിപാടികൾ വളരെ കാര്യക്ഷമമായി നടക്കുന്നു എന്നുള്ളതാണ് LDF നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വിജയകുമാർ. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ ആദ്യ ദിവസം 2 സ്ഥാനാർത്ഥികൾ, കൊല്ലത്ത് LDF സ്ഥാനാർത്ഥിയും കാസർഗോഡ് NDA സ്ഥാനാർത്ഥിയും പത്രിക സമർപ്പിക്കും.